ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പവി കെയർ ടേക്കർ ഇലക്ഷൻ ദിനത്തിൽ ഈ സിനിമ വരുമ്പോൾ ആദ്യ പ്രതികരണത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളിൽ നല്ല രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലുണ്ടായിട്ടും വലിയ രീതിയിൽ ആളുകൾ അങ്ങോട്ട് അടുക്കാത്ത സിനിമ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും വരാത്ത സിനിമ എന്ന് തന്നെ പറയാം. എന്നാലും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ വിജയം അത്യാവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ തുടർച്ചയായിട്ടുള്ള പരാജയം തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ഒരു സിനിമയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കാത്തുവെക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് പ്രിവ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രിവ്യൂ ആയിട്ട് ഈ സിനിമ എങ്ങും ഷോയൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അണിയറ പ്രവർത്തകർ കണ്ടിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ നല്ലതാണ് എന്നുള്ളത് അണിയറയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഏത് സിനിമ ഇറങ്ങുമ്പോഴും അണിയറ പ്രവർത്തകർ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ അവർ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി നമുക്ക് അടുത്തറിയുന്ന ആളുകളിൽ നിന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമ. എന്താണെങ്കിലും ദിലീപ് എന്ന നടൻ്റെ കോമഡി നമ്മൾ ഏറെ ആസ്വദിച്ചിട്ടുള്ളവരാണ്. ഇന്ന് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ 10-20 വർഷങ്ങളായിട്ട് നല്ല കോമഡി സിനിമകൾ കാണണമെങ്കിൽ അത് ത്രൂ ഔട്ടായി അല്ലെങ്കിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നത് അത് ദിലീപിൽ നിന്ന് തന്നെയാണ്. ആ ഒരു റേഞ്ചിലേക്ക് എത്തുമോ എന്നുള്ളത് തന്നെയാണ്. എന്താണേലും പല കോമഡികളും ഗംഭീരമായി വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. എന്താണേലും ഒരു സാധാരണ സിനിമ തന്നെയാണ് ദിലീപിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായും ഒരു വമ്പൻ വിജയമാകും എന്നുള്ളതാണ്. പ്രീസെയിൽ കളക്ഷൻ നമുക്ക് ട്രാക്കിംഗ് റിപ്പോർട്ടുകളിലൂടെ ലഭ്യമായിരിക്കുന്നത് ഏകദേശം 21 ലക്ഷം രൂപയോളമാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ളത് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനും കാര്യങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല. എന്താണേലും നാളെ ഇലക്ഷൻ ദിനമാണെങ്കിൽ പോലും നമുക്ക് ഒരു മികച്ച പ്രതികരണം കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആദ്യ പ്രിവ്യൂ റിപ്പോർട്ടുകളിൽ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾ വിധി എഴുതും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ്. എന്താണേലും ഈ ഒരു സിനിമയുടെ കൂടെ നമ്മളുണ്ടാകും. ഇതൊരു വമ്പൻ വിജയമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയാം. പിന്നീട് കേരള തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ മികച്ച തിയേറ്റർ കൗണ്ട്, ഇന്നലെ വരെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തിയേറ്റർ കൗണ്ടുണ്ട്. അതേപോലെ തന്നെ USA നല്ല തിയേറ്റർ കൗണ്ടുണ്ട്. GCC രാജ്യത്തും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു തിയേറ്റർ കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ ഒരു സിനിമ വമ്പൻ വിജയമാകും. സമീപകാലത്തുണ്ടായ മലയാള സിനിമകളെല്ലാം തന്നെ മികച്ച രീതിയിൽ പോകുമ്പോൾ ഈ ഒരു സിനിമയും അങ്ങനെ തന്നെ എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും രാവിലെ ഈ സിനിമ കാണാൻ പോകുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇതുവരെ ലഭ്യമായതിൽ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാത്തിരിക്കാം. സിനിമയുടെ ആദ്യ പ്രതികരണത്തോടെ നാളെ ഉച്ചയോടുകൂടി തന്നെയൊക്കെ വരുള്ളൂ. കാരണം ഇലക്ഷൻ ദിനമായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇച്ചിരി ലേറ്റായിട്ട് തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. ബുക്ക് മൈ ഷോയിലൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.